What is the area of a rectangle of length 5 centimeters and breadth 3 centimeters? ഒരു റെക്ടാങ്കിൾ ആണ് ക്വസ്റ്റ്യൻ ആക്കുള്ളത്. ആ റെക്ടാങ്കിളിന്റെ ലെങ്ത് 5 സെന്റിമീറ്ററും ബ്രെഡ്ത്ത് 3 സെന്റിമീറ്ററും ആണെന്നാണ് വായിച്ചത് അല്ലേ? ഈ റെക്ടാങ്കിളിന്റെ ഏരിയ ആണ് ചോദിക്കുന്നത്. ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ലെങ്ത് എന്ന് പറയുന്നത് 5, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 3. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 5 ഇൻറ്റു 3. ഇതിൽ 5ഉം 3ഉം നമുക്ക് തന്നിരിക്കുന്നത് സെന്റിമീറ്റർ ആയിട്ട് തന്നെയാ. അപ്പൊ കുഴപ്പമില്ല, ഒന്നിച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 5 ഇൻറ്റു 3 15 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അത് സെന്റിമീറ്റർ സ്ക്വയർ എന്നുള്ളത് SQCM എന്നിട്ടാലും മതി, സ്ക്വയർ സെന്റിമീറ്റേഴ്സ്, അങ്ങനെയും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. What is the area of a rectangle of length 5 and 1/2 centimeters and breadth 3 and 1/3 centimeters? അപ്പൊ ഇതിലും ഒരു റെക്ടാങ്കിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. റെക്ടാങ്കിളിന്റെ ലെങ്ത് എന്നുള്ളത് L എന്ന് എഴുതാറുണ്ട്. ലെങ്ത് 5 and 1/2 സെന്റിമീറ്റേഴ്സും ബ്രെഡ്ത്ത് തന്നിരിക്കുന്നത് 3 and 1/3 സെന്റിമീറ്റേഴ്സുമാണ്. ഇങ്ങനെ തന്നിരിക്കുന്നത്. ഈ റെക്ടാങ്കിളിന്റെ ഏരിയ ആണ് ചോദിക്കുന്നത് അല്ലെ? ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. 5 and 1/2 ഇൻറ്റു 3 and 1/3 എന്നാണ് വരുന്നത് അല്ലെ? രണ്ടും സെന്റിമീറ്ററിലാണ്. അപ്പൊ നമ്മുടെ ആൻസർ സെന്റിമീറ്റർ സ്ക്വയറിലായിരിക്കും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം 5 and 1/2 നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. 5 and 1/2 എന്ന് പറയുന്നത് 2 ഇൻറ്റു 5 10 പ്ലസ് 1 അല്ലെ? പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്നാണ് വരുന്നത്. അത് 11/2 ആണ്. അതുപോലെ അടുത്തത് വന്നിരിക്കുന്നത് 3 and 1/3 ആണ്. 3 and 1/3 എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് 3 ഇൻറ്റു 3 9 പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 3. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 3 എന്നാണ്. ഓക്കെ, അപ്പൊ ഏരിയ വരുന്നത് 11/2 ഇൻറ്റു 10/3 എന്നാണ്. ആണല്ലോ? ഓരോ നമ്പറിനെ നമ്മൾ ഇംപ്രോപ്പർ ആക്കി എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. ഇവിടെ ന്യൂമറേറ്ററിൽ 11 ഇൻറ്റു 10 ഉണ്ട്, ഡിനോമിനേറ്ററിൽ 2 ഇൻറ്റു 3 ഉണ്ട്. ഇതിൽ 2ഉം 10ഉം നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് അല്ലെ? 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 വരും, 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 എന്ന് വരും. അപ്പൊ ഇത് 11 ഇൻറ്റു 5 55 ഡിവൈഡഡ് ബൈ 3. അത്രയും സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോ ഇതിൽ 55 3നേക്കാട്ടിലും വലുതാണ്. അതുകൊണ്ട് 55 ഡിവൈഡ് ബൈ 3, അതാണ് 55/3. ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ടൈം 3 വന്നു. ഇനി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ 2, അടുത്ത ഡിജിറ്റ് എടുത്തു 25. 25ല് 24 ആണ് അല്ലെ? തൊട്ടടുത്ത് നിൽക്കുന്ന നമ്പർ വരുന്നത് 24 എന്ന് പറയുന്നത് 3 ഇൻറ്റു 8. ഓക്കെ, അപ്പം ഇവിടെ റിമൈൻഡർ 1 വന്നു. അപ്പൊ നമ്മുടെ ആൻസർ എഴുതേണ്ടത് ഇവിടുന്നാണ് തുടങ്ങേണ്ടത്. 18 and 1/3. ഓക്കെ, ഇത്രയും സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ വരുന്നത്. The length and breadth of some rectangles are given below. Calculate their areas. അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്കറിയാം ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. L ഇൻറ്റു B എന്ന് എഴുതിയാലും മതി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പൊ ഫസ്റ്റ് പാർട്ടിൽ വന്നിരിക്കുന്നത് ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിരിക്കുന്നത് 4 and 1/2 എന്നും 3 and 1/4 എന്നും. അപ്പൊ നമ്മൾ ഇവരെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് സെന്റിമീറ്റർ സ്ക്വയർ കണ്ടോ? ക്വസ്റ്റ്യനകത്ത് രണ്ടും സെന്റിമീറ്റർ. അപ്പൊ സെന്റിമീറ്റർ സ്ക്വയറിൽ ഏരിയ കിട്ടും. അപ്പൊ 4 and 1/2 ആദ്യം നമുക്ക് എന്താക്കണം? ഇംപ്രോപ്പർ ആക്കണം. 4 and 1/2 എന്ന് പറയുമ്പോൾ നമുക്ക് 4 ഇൻറ്റു 2 അല്ലേ? 4 ഇൻറ്റു 2 8 പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്നാണ് വരുന്നത്. അത് 9/2 ആയിരിക്കും. പിന്നെ അടുത്ത നമ്പർ വരുന്നത് 3 and 1/4 എന്നാണ്. അപ്പൊ 4 ഇൻറ്റു 3 12 പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 4 ആയിരിക്കും. അപ്പൊ ഇത് 13/4 എന്നാണ് വരുന്നത് അല്ലെ? അപ്പം ഈ 4 and 1/2 നമുക്ക് കിട്ടിയത് 9/2 എന്നാണ്. 3 and 1/4 കിട്ടിയത് 13/4 എന്നാണ്. ഇതാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത്. 9 ഇൻറ്റു 13 ആണ് ന്യൂമറേറ്ററിൽ വരുന്നത് അല്ലെ? 9 ഇൻറ്റു 13ഉം ഡിനോമിനേറ്ററിൽ 2 ഇൻറ്റു 4 വരുന്നത്. കട്ട് ചെയ്യാൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരുപോലെ ഒരേ നമ്പർ കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് സാധാരണ പോലെ മൾട്ടിപ്ലൈ ചെയ്യാം. 9 ഇൻറ്റു 13 ഇൻറ്റു 9 ചെയ്യുമ്പോൾ 27, 3 ഇൻറ്റു 9 27, 9 27, ബാക്കി 2 ഉണ്ട്. പിന്നെ 9 ഇൻറ്റു 1 9 പ്ലസ് 1 11 അല്ലേ? അപ്പം 117 എന്നാണ് വന്നത് നമ്മുടെ ന്യൂമറേറ്റർ ആയിട്ട്. ആൻഡ് 2 ഇൻറ്റു 4 8 ആണ് ഡിനോമിനേറ്റർ ആയിട്ട് ഇരിക്കുന്നത്. ഇത്രയും സെന്റിമീറ്റർ സ്ക്വയർ ആണ്.
അപ്പോൾ 117 എന്ന് പറയുന്ന നമ്പർ 117 എന്ന് പറയുന്ന നമ്പർ 8-നേക്കാട്ടിലും വലുതായതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ ആദ്യത്തെ 1 ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല 8 അപ്പൊ 11 എടുത്തു. 11ല് 1 ടൈംസ് കിട്ടും അല്ലെ 8. അപ്പം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ 3 പിന്നെ 37. 37ന്റെ തൊട്ടടുത്ത് 8ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത് 32 ആണ് അല്ലെ. 4 ടൈംസ് ആണ് വരുന്നത് 32. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വരുന്നത് 5 എന്നാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 14 ആൻഡ് പിന്നെ ഇവിടെ വരണം 5/8. ഓക്കെ, ഇത്രയും സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ. ഇനി രണ്ടാമത്തെ പാർട്ടിൽ തന്നിരിക്കുന്ന നമ്പേഴ്സ് നമുക്ക് ഇങ്ങനെ എടുക്കാം. രണ്ടാമത്തെ പാർട്ടിൽ തന്നിരിക്കുന്നത് രണ്ടും മീറ്റേഴ്സിലാണ് കണ്ടോ. അപ്പൊ നമുക്ക് വരുന്ന ആൻസർ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഏരിയ ആണ്. വരുന്ന ആൻസർ മീറ്റർ സ്ക്വയറിലായിരിക്കും. ഓക്കെ, അപ്പൊ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടെ തന്നിരിക്കുന്ന ലെങ്ത് 6 and 3/4 meters ആൻഡ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 5 and 1/3 ആണ്. അപ്പൊ രണ്ടും മീറ്റർ ആയതുകൊണ്ട് വരുന്നത് മീറ്റർ സ്ക്വയറിലായിരിക്കും ആൻസർ. മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ മീറ്റർ എന്നും എഴുതാം കേട്ടോ. SQ എന്ന് എഴുതിയിട്ട് M ഇട്ടാലും മതി. സ്ക്വയർ മീറ്ററിലും എഴുതാം. ഇനി ആദ്യം നമുക്ക് 6 and 3/4 മാറ്റിയെടുക്കണം അല്ലേ. 4 into 6 24 plus 3 whole divided by 4. അപ്പൊ ഇത് വരുന്നത് 27/4 എന്നാണ് അല്ലെ. 24 plus 3 27. 27/4. പിന്നെ വരുന്നത് 5 and 1/3. അപ്പോൾ 3 into 5 15. 15 plus 1 whole divided by 3 ആണ്. അപ്പൊ ഇത് 16/3 എന്ന് വരും അല്ലേ. അപ്പൊ ഇത് നമുക്ക് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. 27/4 into 16/3. ഇത്രയും മീറ്റർ സ്ക്വയർ എന്നാണ് വരുന്നത്. ഇതില് നമുക്ക് ന്യൂമറേറ്ററിൽ ഇപ്പോൾ ഉള്ളത് 27 into 16ഉം ഡിനോമിനേറ്ററിൽ താഴെയുള്ളത് 4 into 3ഉം ആണ്. ഇതിനകത്ത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റിയ നമ്പേഴ്സ് ഇരിപ്പുണ്ട്. കട്ട് ചെയ്യാം. 27ഉം 3ഉം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 വരും. 27നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 ആണ് അല്ലേ വരുന്നത്. ഇനി 4ഉം 16ഉം ഉണ്ട്. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 വരും. 16നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 വരും. ഓക്കെ, ഇപ്പം ന്യൂമറേറ്ററിലുള്ളത് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളത് 9 into 4ഉം ഡിനോമിനേറ്ററിൽ 1 into 1ഉം ആയിരിക്കുന്നത്. ഡിനോമിനേറ്ററിൽ 1 ആയിരിക്കുന്നത് അത് എഴുതണമെന്നില്ല. 9 into 4 36. 36 മീറ്റർ സ്ക്വയർ ആണ് ആൻസർ വരുന്നത്. ഇനി മൂന്നാമത്തെ പാർട്ടിൽ വന്നിരിക്കുന്നത് ഇവിടെയും രണ്ടും മീറ്റേഴ്സിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് വരുന്ന ആൻസർ മീറ്റർ സ്ക്വയർ ആയിട്ടായിരിക്കും. അപ്പം ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് എന്ന് പറയുന്നത് 1 and 1/3. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 3/4 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ മീറ്റർ സ്ക്വയറിലായിരിക്കും ആൻസർ വരുന്നത്. ഇവിടെ 3/4നെ നമ്മൾ ചേഞ്ച് ആക്കേണ്ട ആവശ്യമില്ല. പക്ഷെ 1 and 1/3നെ മാറ്റണം. 1 and 1/3 എന്ന് പറയുന്നത് മിക്സ്ഡ് ഫ്രാക്ഷൻ. അപ്പൊ 1 into 3 വന്നു. പിന്നെ പ്ലസ് 1 ചെയ്യുന്നു അല്ലെ. +1 whole divided by 3. അപ്പൊ ഇത് 4/3 എന്ന് വരും. ഇവിടെ വരുന്നത് 4/3 into 3/4. അടുത്ത നമ്പർ ഇവിടെ വന്നത് 3/4 ആയിരുന്നു. അപ്പൊ ഇവിടെ ന്യൂമറേറ്ററിൽ 4 into 3 ഉണ്ട്. ഡിനോമിനേറ്ററിൽ 3 into 4 ഉണ്ട്. ഇത്രയും മീറ്റർ സ്ക്വയർ ആണ് ആൻസർ വരുന്നത്. ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 4 ഉണ്ട്. കട്ട് ചെയ്യാലോ. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, ഇവിടെ 1 കിട്ടും. അപ്പൊ ഒരേ നമ്പർ കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലെ. ഇനി 3യും 3യും ഉണ്ട്. അവരെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. 1 1 കിട്ടും. അപ്പൊ ഫൈനലി നമ്മുടെ ആൻസർ ന്യൂമറേറ്ററിലും 1 into 1 1 ആണ്. ഡിനോമിനേറ്ററിലും 1 ആണ്. ചുരുക്കി പറഞ്ഞാൽ 1 മീറ്റർ സ്ക്വയർ ആണ് ആൻസർ വരുന്നത്. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 1 and 1/2 meters? അപ്പൊ ഇനി പറയുന്നത് ഒരു സ്ക്വയറിനെ പറ്റിയാണ്. സ്ക്വയർ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും ഈക്വൽ അല്ലെ. അപ്പം സൈഡിന്റെ ലെങ്ത് പറഞ്ഞിരിക്കുന്നത് 1 and 1/2 meters ആണ്. അപ്പൊ ഈ സൈഡും 1 and 1/2 meter തന്നെയായിരിക്കും. ഏരിയ എന്ന് പറയുന്നത് ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് ആണ്. പക്ഷെ ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വൽ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് 1 and 1/2 into 1 and 1/2 ചെയ്താൽ മതി അല്ലെ. ഇത്രയും 2 മീറ്ററിലായിട്ട് കിട്ടുന്നത് മീറ്റർ സ്ക്വയറിലായിരിക്കും. ഇനി 1 and 1/2നെ നമുക്ക് എന്താക്കണം. മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. അതിനെ ഇംപ്രോപ്പർ ആക്കണം. അപ്പൊ 2 into 1 ചെയ്യണം. 2 വരും. +1 ചെയ്യണം അല്ലെ. +1 whole divided by 2. അതായത് ഇത് 3/2 ആണ്. അപ്പൊ ഇവിടെ വരുന്നത് 3/2 into 3/2. 3 into 3 9 വരും അല്ലെ. സോറി, ഇവിടെ എഴുതിയപ്പോ 3/2 into 3/2. 3 into 3 9 വരും.
2 ഇൻറ്റു 2 4 വരും. ഇത്രയും മീറ്റർ സ്ക്വയർ ആണ്. പക്ഷെ 9 4-നേക്കാട്ടിലും വലുതാണ്. അതുകൊണ്ട് 9നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 9ന്റെ തൊട്ടടുത്ത് വരുന്ന നമ്പർ 8 ആണ്. 2 times 4 ആണ് 8. സബ്ട്രാക്ട് ചെയ്ത് 1 വരും. അപ്പൊ 2 and 2 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 and 1/4 അത്രയും മീറ്റർ സ്ക്വയർ ആണ് ഏരിയ വരുന്നത്. The perimeter of a square is 14 meters. What is its area? അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് പെരിമീറ്റർ ആണ്. സ്ക്വയറിന്റെ പെരിമീറ്റർ. സ്ക്വയർ എന്ന് പറയുമ്പം എല്ലാ സൈഡും ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ എല്ലാ സൈഡും ഈക്വൽ ആണ്. ഈ പെരിമീറ്റർ തന്നിരിക്കുന്നത്. ഇപ്പം ഇവിടെ ഒരു നമ്പർ ഉണ്ട്, അതേ നമ്പർ ആയിരിക്കും ഇവിടെയും വരുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ 14നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാരണം ഈ സൈഡ് 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 4 പ്രാവശ്യം സൈഡ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ശരിക്കും പറഞ്ഞ പെരിമീറ്റർ ആണല്ലോ. അപ്പം 4 പ്രാവശ്യം 4 ടൈംസ് സൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് പെരിമീറ്റർ കിട്ടുന്നത്. ആ പെരിമീറ്റർ ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 14 മീറ്റേഴ്സ് ആണെന്ന്. അപ്പൊ ഒരു സൈഡ് കിട്ടണമെങ്കിലോ 14നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 14/4 ചെയ്യുമ്പം അതിൽ 14നെയും 4നെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ? അത് ഡിവൈഡ് ചെയ്യാം ആദ്യം. അപ്പം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 7 ആവും. ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 2 എന്ന് വരും. അപ്പൊ ഇത് 7/2 ആണ്. 7/2 മീറ്റർ ആണ് ഒരു സൈഡ് വന്നിരിക്കുന്നത്. അപ്പൊ 7/2 മീറ്റർ, ഇവിടെയും 7/2 മീറ്റർ. ഓക്കെ, ഇവിടെ 7 വലുതാണ് 2-നെക്കാട്ടിലും, പക്ഷെ അത് ഡിവൈഡ് ചെയ്ത് മാറ്റണ്ട. കാരണം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏരിയ ആണ്. ഏരിയ എന്ന് പറയുന്നത് സ്ക്വയറിനെ സംബന്ധിച്ച് ഏരിയ കണ്ടുപിടിക്കുമ്പോൾ സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ, അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് തന്നെ, പക്ഷെ ലെങ്ത്തും ബ്രെഡ്ത്തും സെയിം ആണ്. അതുകൊണ്ട് 7/2 ഇൻറ്റു 7/2 ചെയ്താൽ മതി. അപ്പൊ 7 ഇൻറ്റു 7 49. ഇവിടെ 2 ഇൻറ്റു 2 4 എന്ന് വരും. ഓക്കെ, അപ്പൊ 49/4 എന്ന് വന്നു. ഇത് നമ്മുടെ ഫൈനൽ ആൻസർ ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇംപ്രോപ്പർ, ഇത് വലുതല്ലേ, ന്യൂമറേറ്ററിലുള്ള നമ്പർ വലുതാക്കിയിട്ട് ആൻസർ എഴുതി നിർത്താറില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 49നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പക്ഷെ ഇവിടെ സൈഡിന്റെ കേസിൽ നമുക്കത് ഫൈനൽ ആൻസർ അല്ല, അതുകൊണ്ട് അത് ഇംപ്രോപ്പർ ആയിട്ട് ഇരുന്നാലും കുഴപ്പമില്ല. ഈ 49/4 ചെയ്യുമ്പോൾ ഇവിടെ 4 തന്നെ 1 ടൈം. ഇനി ഇവിടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 9 വന്നു. ഇവിടെ തൊട്ടടുത്ത് വരുന്ന നമ്പർ 8 ആണ്. അത് 2 times 4 ആണ് 8. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1 വന്നു. അപ്പോ 12 and 12 ആണ് ഇവിടെ തുടങ്ങുന്നത്. 12 and 1/4 അത്രയും മീറ്റർ സ്ക്വയർ ആണ് ഏരിയ വരുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റെസിപ്രോക്കൽ എന്താണെന്നാണ്. റെസിപ്രോക്കൽ പഠിച്ചാലേ നമുക്ക് ഡിവിഷൻസ് ശരിക്കും ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് റെസിപ്രോക്കൽ എന്താണെന്ന് നോക്കാം. അതായത് 1/2 ഒരു നമ്പർ അല്ലേ? 1/2 എന്ന് പറയുന്ന നമ്പറിന്റെ റെസിപ്രോക്കൽ എടുക്കാൻ പറഞ്ഞാൽ നേരെ തിരിച്ചിടുക, അപ്സൈഡ് ഡൗൺ. അതായത് താഴെയുള്ളയാൾ മുകളിലോട്ടും മുകളിലുള്ളയാൾ താഴോട്ടും പോകും. അപ്പൊ അത് 2/1 ആയി. 2/1 എന്ന് പറയുന്നത് 2 തന്നെയാണ്. ഓക്കെ, ഇനി ഞാൻ വേറൊരു നമ്പർ പറയുവാന്ന് വിചാരിച്ചു. 3/4. 3/4 എന്ന് പറയുന്ന നമ്പറിന്റെ റെസിപ്രോക്കല് 4/3 ആയിരിക്കും. കണ്ടോ, നേരെ തിരിച്ചിട്ടു. മുകളിലുള്ളയാളെയും താഴെയുള്ളയാളെയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടു. ഇനി 5/2 ആണ് നമ്പർ എന്ന് വിചാരിച്ചു. 5/2ന്റെ റെസിപ്രോക്കല് 2/5 ആയിരിക്കും. കണ്ടോ, തിരിച്ചു വരുന്നത്, തിരിഞ്ഞു വരുവാണ്. ഇനി വേറൊരു എക്സാമ്പിള് 2 and 1/3 എന്നെടുത്തു. 2 and 1/3ന്റെ റെസിപ്രോക്കൽ എടുക്കേണ്ടി വരുമ്പോൾ ആദ്യം നമ്മൾ 2 and 1/3ന്റെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. അപ്പൊ 2 ഇൻറ്റു 3 6 എന്ന് വന്നു. 6 + 1 ഹോൾ ഡിവൈഡഡ് ബൈ 3. അപ്പൊ അത് 7/3 ആണ്. ഈ 7/3യുടെ റെസിപ്രോക്കല് 3/7 ആയിരിക്കും. ഇനി വരുന്നത് 5 and 1/2 ആണെന്ന് വിചാരിച്ചു. അപ്പം ഈ നമ്പറിന്റെ റെസിപ്രോക്കൽ എടുക്കേണ്ടി വരുമ്പോൾ ആദ്യം നമ്മൾ ഇംപ്രോപ്പർ ആക്കണം. 5 ഇൻറ്റു 2 10. 10 + 1 അല്ലെ? 10 + 1 ഹോൾ ഡിവൈഡഡ് ബൈ 2. അതായത് 11/2 ആണ്. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ അത് 2/11 എന്ന് വരും. ഇനി ഈ റെസിപ്രോക്കൽ നമ്മൾ എപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. എപ്പോഴാണ് നമുക്ക് ഇത് ആവശ്യം വരുന്നതെന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്യേണ്ടി വരുമ്പോഴാണ് ഈ റെസിപ്രോക്കൽ ആവശ്യം വരുന്നത്. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാന്ന് വിചാരിച്ചു, 3/1/2. 3/1/2 എന്ന് പറയുമ്പോൾ നമ്മൾ പറയും മൾട്ടിപ്ലൈ ബൈ ദ റെസിപ്രോക്കൽ. ഡിവിഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മൾട്ടിപ്ലൈ ബൈ ദ റെസിപ്രോക്കൽ ആണ്. മൾട്ടിപ്ലൈ ബൈ ദ റെസിപ്രോക്കൽ. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ചു റെസിപ്രോക്കൽ എന്താണെന്ന്.
അപ്പൊ ഇവിടെ കണ്ടോ ഡിവൈഡ് ബൈ എന്നാണ് തന്നിരിക്കുന്നത്. ഈ ഡിവിഷൻ കഴിഞ്ഞിട്ട് വരുന്ന നമ്പർ ഇല്ലേ, ഡിവിഷന്റെ സിമ്പിൾ കഴിഞ്ഞിട്ട് വരുന്ന നമ്പറിന്റെ റെസിപ്രോക്കൽ എടുക്കണം. ഇവിടെ 1/2 ആയിരിക്കുന്നത് അല്ലെ, 1/2ന്റെ റെസിപ്രോക്കൽ 2 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ 3നെ മാറ്റുന്നത് 3 ഇൻറ്റു ഈ ഡിവിഷൻ ഉള്ളത് മാറ്റിയിട്ട് 1/2ന്റെ റെസിപ്രോക്കൽ അതായത് 2 അവിടെ കൊണ്ടുവയ്ക്കണം. 3 ഇൻറ്റു 2 6 ആണ് ആൻസർ. 3 ഡിവൈഡ് ബൈ 1/2 എന്ന് പറയുന്നത് 6 ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. 7 ഡിവൈഡഡ് ബൈ 3/4 ആണെന്ന് വിചാരിച്ചു. 7 ഡിവൈഡഡ് ബൈ 3/4 എന്ന് പറയുമ്പോൾ 7നെ നമ്മൾ മാറ്റുന്നില്ല, ഡിവിഷൻ എന്നുള്ള സിമ്പിൾ മാറ്റിയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആക്കും. 3/4ന്റെ റെസിപ്രോക്കല് 4/3 ആണ് അല്ലെ. 3/4ന്റെ റെസിപ്രോക്കൽ നേരെ തിരിച്ചിട്ടു. അപ്പൊ 4/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ 7 എന്ന് പറയുന്ന നമ്പറിന്റെ ഡിനോമിനേറ്റർ ആയിട്ട് 1 ഇരിപ്പുണ്ട്. അപ്പൊ 7 ഇൻറ്റു 4 28 വന്നു. 3 ഇൻറ്റു 1 3 എന്ന് വന്നു. ഇനി 28/3 എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ആൻസർ നിർത്താൻ പാടില്ല. 28 വലുതാണല്ലോ. അപ്പൊ 28നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും ചെക്ക് ചെയ്യണം കേട്ടോ, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആയിട്ട് ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ ഇപ്പൊ 28ഉം 3ഉം ആണ്, നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കോമൺ നമ്പേഴ്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഇനി 28ന്റെ തൊട്ടടുത്ത് വരുന്ന 3യുടെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 27 ആണ് അല്ലെ. ഇപ്പൊ 9 ടൈംസ് ആണ്. ഇവിടെ റിമൈൻഡർ 1 വരുന്നുണ്ട്. അപ്പൊ ഇത് വരുന്നത് ആൻസർ 9 ആൻഡ് 1/3 എന്നായിരിക്കും. ഇങ്ങനെയാണ് ഡിവിഷൻ വരുന്നത്. അപ്പൊ ഡിവിഷന്റെ സമയത്താണ് നമുക്ക് ഈ റെസിപ്രോക്കൽ ആവശ്യം വരുന്നത്. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഡിവിഷൻ എന്നുള്ള സിമ്പിൾ മാറ്റിയിട്ട് മൾട്ടിപ്ലൈ ആക്കും. എന്നിട്ടോ ആ ഡിവിഷൻ കഴിഞ്ഞു വന്ന നമ്പറിനെ നേരെ റെസിപ്രോക്കൽ എടുക്കും. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ആൻസർ എടുക്കുന്നത്. The price of 1 and 1/2 kilogram of tomatoes is 30 rupees. അപ്പം ഇവിടെ പറയുന്നത് 1 and 1/2 kilogram ടൊമാറ്റോയ്ക്ക് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 30 rupees ആണ്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 1 kilogram? അപ്പൊ 1 കിലോഗ്രാമിന് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, 1 and 1/2 kilogram എടുത്താൽ 30 rupees ആവും. അപ്പൊ 1 കിലോയ്ക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ 30 എന്ന് പറയുന്നതിനെ നമ്മൾ, അതാണല്ലോ എമൗണ്ട് അല്ലെ റുപ്പീസ്, അതിനെ നമ്മൾ 1 and 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 1 and 1/2 എന്ന് പറയുന്നത് ഒരു മിക്സഡ് നമ്പർ ആണ് അല്ലെ. 1 ഉണ്ട് 1/2 ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെ ഇംപ്രോപ്പർ ആക്കണം. 1 ഇൻറ്റു 2 എന്ന് വന്നു. പിന്നെ പ്ലസ് 1 അല്ലെ, ഇവിടെ ഇരിക്കുന്ന 1 കൊണ്ട് ആഡ് ചെയ്യണം. ഹോൾ ഡിവൈഡഡ് ബൈ 2 അതായത് 3/2 ആണ്. അപ്പോ ഇവിടെ വരുന്നത് 30. ഇനി ഡിവിഷൻ എന്നുള്ളത് മാറ്റിയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആക്കി. 1 and 1/2 എന്ന് പറയുന്നത് 3/2 ആണ്. അപ്പൊ 3/2ന്റെ റെസിപ്രോക്കൽ എടുത്താൽ 2/3 ആണ് അല്ലെ. 3/2ന്റെ റെസിപ്രോക്കൽ എടുക്കണം. റെസിപ്രോക്കൽ കാരണം മൾട്ടിപ്ലിക്കേഷൻ ബൈ ദ റെസിപ്രോക്കൽ ആണ് ഡിവിഷൻ. മൾട്ടിപ്ലിക്കേഷൻ ബൈ ദ റെസിപ്രോക്കൽ. അപ്പൊ ഇവിടെ 2/3 എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ ന്യൂമറേറ്ററിൽ ഇവിടെ 1 ഉണ്ടല്ലോ ഡിനോമിനേറ്ററിൽ. അപ്പൊ ന്യൂമറേറ്ററിലുള്ളത് 30 ഇൻറ്റു 2 ആണ്. ഡിനോമിനേറ്ററിൽ ഇരിക്കുന്നത് 3 ആണ്. അവിടെ 3യും 30യും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അല്ലെ. ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 വരും. ന്യൂമറേറ്ററിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 വരും. അപ്പൊ ചുരുക്കി പറഞ്ഞത് 10 ഇൻറ്റു 2 ആണ് അല്ലെ ന്യൂമറേറ്ററിൽ. ഡിനോമിനേറ്ററിൽ 1 ആയിട്ടുണ്ട്. ഡിനോമിനേറ്ററിലെ 1 നമ്മൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ 10 ഇൻറ്റു 2 20 rupees ആണ് 1 കിലോയുടെ പ്രൈസ് ആയിട്ട് വരുന്നത്.